ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരാജയം നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിന് ഉപയോഗിക്കേണ്ടവർ തെരുവുകുണ്ടകളെ പോലെ പരസ്പരം നീയെന്നും പോടാ എന്നൊക്കെ വിളിച്ച് ആക്രോശിക്കുന്നത് കാണുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നത് സാധാരണക്കാരനാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഈ വാക്പോര് വെറും ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ഇത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും വികസനത്തിന്റെ പേരിൽ കബളിപ്പിക്കുന്ന രണ്ട് ഭരണാധികാരികളുടെ ആത്മരതിയുടെ പ്രകടനവുമാണ്. മുഖ്യമന്ത്രി എന്നത് ഭരണഘടനാപരമായ ഒരു പദവിയാണ്. ആ പദവിയിൽ ഇരിക്കുന്നവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ജനതയുടെ അന്തസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നമ്മൾ കണ്ടത് അതീവ പരിതാപകരമായ ഒരു കാഴ്ചയാണ്. കേരളത്തിന്റെ അധിപൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയനെ നോക്കി നീ പോ മോനെ വിജയ എന്നൊരു അന്യ സംസ്ഥാന മുഖ്യമന്ത്രി പരസ്യമായി വിളിക്കുന്നു. അതിന് തിരിച്ചടിയായി മറുപടി വരുന്നുണ്ട് എന്ന അർത്ഥത്തിൽ അണികളെ ഉപയോഗിച്ച് ആക്രോശിക്കുന്ന കേരളത്തിന്റെ ഭരണകൂടവും ഇത് മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു. ഇവർക്ക് ജനങ്ങളോടാണോ അതോ സ്വന്തം ഈഗോയോടാണോ ഉത്തരവാദിത്തം? അഴിമതിയും ഭരണപരാജയവും മൂടിവെക്കാൻ ഇത്തരത്തിലുള്ള മാസ് ഡയലോഗുകൾ എറിഞ്ഞ് അണികളെ ആവേശം കൊള്ളിക്കുന്നത് വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പിണറായി വിജയന്റെ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട കാലഘട്ടമായി രേഖപ്പെടുത്തും. വികസനം എന്ന വാക്കിനെ അദ്ദേഹം സ്വന്തം അഴിമതികൾക്കുള്ള മറയാക്കി മാറ്റിയിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്തെ വികസന മോഡൽ എന്ന് വിളിക്കുന്നത് അത് തന്നെ വിരോധാഭാസമാണ്. ഓരോ മലയാളി കുഞ്ഞും ജനിച്ചു വീഴുന്നത് ലക്ഷങ്ങളുടെ കടത്തിലേക്കാണ്. സർക്കാർ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകാൻ കഴിയാത്ത, പെൻഷൻ കുടിശ്ശിക വരുത്തുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്തെ വിമർശിക്കാൻ യോഗ്യനാകുന്നത്? സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ കാര്യത്തിൽ പിണറായി വിജയൻ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിവുകൾ നിരത്തി പറയാം. ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ച് കിറ്റ് വിതരണം ചെയ്ത് കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങുന്ന ശൈലി ഇനി അധികകാലം നടക്കില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതികളുടെ പട്ടിക പരിശോധിച്ചാൽ ആർക്കും തല കറങ്ങും. മാസപ്പടി വിവാദം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പണിയെടുക്കാതെ കരിമണൽ കമ്പനികളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങുന്നത് അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമേയില്ല. ഇനി അടുത്തത് AI ക്യാമറ അഴിമതിയാണ്. റോഡ് സുരക്ഷയുടെ പേരിൽ പാവപ്പെട്ടവന്റെ പോക്കറ്റ് ഇടിക്കുന്ന ക്യാമറ പദ്ധതിക്ക് പിന്നിൽ സ്വന്തക്കാർക്ക് കരാർ നൽകുന്ന വലിയൊരു അഴിമതി ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അടുത്തത് ലൈഫ് മിഷൻ ആണ്. വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതിയിൽ പോലും കമ്മീഷൻ അടിച്ചെടുക്കുന്ന ഒരു ഭരണകൂടത്തെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? UAE കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയത്തിന് നിഴലിലായതും നമ്മൾ കണ്ടതാണ്. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചും ഗവർണറെ പരസ്യമായി അധിക്ഷേപിച്ചും പിണറായി വിജയൻ കാണിക്കുന്നത് ഒരു സ്വേച്ഛാധിപതിയുടെ മനോഭാവമാണ്. അടുത്തതായി ശബരിമല സ്വർണ്ണക്കൊള്ളയും മിണ്ടാത്തതാണ് ഭേദം. തന്റെ അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്നത് വലിയ നാണക്കേടാണ്. മറുഭാഗത്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കാണിക്കുന്നത് രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ അങ്ങേയറ്റമാണ്. ഒരു ഭരണാധികാരി കാണിക്കേണ്ട മിനിമം മര്യാദ പോലും അദ്ദേഹത്തിനില്ല. തെലങ്കാനയിൽ വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവരുടെ വീടുകൾക്ക് മുകളിലൂടെ ബുൾഡോസർ കയറ്റുന്ന ക്രൂരതയാണ് രേവന്ത് റെഡ്ഡി ചെയ്യുന്നത്. വീട് നഷ്ടപ്പെടുന്നവന്റെ നിലവിളി കേൾക്കാത്ത ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്തെ പഠിപ്പിക്കാൻ അർഹതയുണ്ടാകുന്നത്? രണ്ടും കണക്കാണ്. പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന അതേ നാവുകൊണ്ട് തന്റെ നാട്ടിലെ ജനങ്ങളെ വേദനിപ്പിക്കുകയാണ് അദ്ദേഹം. പ്രായത്തിൽ മുതിർന്ന ഒരു നേതാവിനെ നീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം തരം താഴ്ന്നതാണെന്ന് കാണിക്കുന്നു. അണികളെ ആവേശം കൊള്ളിക്കാൻ ഏതറ്റം വരെയും തരം താഴ്ന്ന ഈ രീതി ജനാധിപത്യത്തിന് ഗുണകരമല്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവർ തമ്മിലുള്ള വാക്പോരിൽ എവിടെയെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷക ആത്മഹത്യ എന്നിവയെക്കുറിച്ച് മിണ്ടാത്തവർ പരസ്പരം ചെളിവാരി എറിയാൻ സമയം കണ്ടെത്തുന്നു. ഡാഷ് മോനെ എന്നാണ് പിണറായി ഇതിന് തിരിച്ചു മറുപടി കൊടുത്തത്. അവിടെ തന്നെ പിണറായിയുടെ സംസ്കാരവും തെളിയുകയാണ്. ഇതിനു മുമ്പും പലതവണ അദ്ദേഹം അത് തെളിയിച്ചതാണ്. രണ്ടുപേരും കോടികൾ ചിലവാക്കി PR ഏജൻസികളെ വെച്ച് തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്തും വിമർശിക്കുന്നവരെ നിശബ്ദരാക്കിയും ഇവർ നടത്തുന്ന ഭരണം വാസ്തവത്തിൽ ഒരു ഷോ മാത്രമാണ്. മലയാളികൾക്കെന്നും അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ ആ ചരിത്രത്തെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ട് തുടർഭരണം കൊണ്ട് അതങ്ങോട്ട് തീർന്നു. അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം റെക്കോർഡുകൾ സ്ഥാപിച്ചു. വിദേശയാത്രകൾ നടത്തി വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. കടമെടുത്ത് കേരളത്തെ മുടിപ്പിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല.
ഈ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത് തന്നെ പരിഹാസ്യമാണ്. ശരിക്കുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാസപ്പടി വിവാദത്തിലും സ്വർണ്ണക്കടത്തിലും സ്വർണ്ണക്കൊള്ളയിലും ഇപ്പോൾ SDPIയുടെ ബന്ധത്തിലൊക്കെ മറുപടി പറയണമായിരുന്നു. ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. രേവന്ത് റെഡ്ഡിയെ പോലെയൊരു നേതാവ് കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ സംസാരിക്കാൻ ഇടയാക്കിയത് തന്നെ പിണറായിയുടെ ഭരണത്തിലെ വീഴ്ചകളാണ്. പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഈ വാക്പോർ അവസാനിപ്പിച്ചേക്കാം. പക്ഷേ അവർ ജനങ്ങൾക്ക് വരുത്തിവെച്ച നഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങളോളം എടുക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സംസ്കാരശൂന്യമായ ഭാഷ സംസാരിക്കുന്ന കടമെടുത്ത് ദൂർത്ത് നടത്തുന്ന ഈ നേതാക്കളെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടത് വിമാന ടിക്കറ്റ് നൽകുന്ന രേവന്തിനെയല്ല, സ്വന്തം ഖജനാവ് കാലിയാക്കി ജനങ്ങളെ പറ്റിക്കുന്ന പിണറായിയെയുമല്ല, സംസ്കാരശൂന്യനായ പിണറായിയല്ല. നമുക്ക് വേണ്ടത് സത്യസന്ധരും മാന്യമായി സംസാരിക്കുന്നവരുമായ നല്ല നേതാക്കളെയാണ്. പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് തന്നെ ഇന്ന് കേരളത്തിന് അപമാനമാണ്. അഴിമതിക്കാരുടെ കൂടാരമായി മാറിയ സെക്രട്ടേറിയറ്റും അസഹിഷ്ണുതയുടെ കേന്ദ്രമായി മാറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസും ജനാധിപത്യത്തിന് തന്നെ ഒരു ശാപമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് സാധാരണക്കാരനാണ്. ഈ രാഷ്ട്രീയ നാടകത്തിന്റെ തിരശീല വീഴുമ്പോൾ അവശേഷിക്കുന്ന ഏക സത്യം സാധാരണക്കാരന്റെ വഞ്ചിക്കപ്പെട്ട ജീവിതമാണ്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ കേരളത്തെ എത്തിച്ചിരിക്കുന്നത് ഒരു വലിയ ഗർത്തത്തിന്റെ അരികിലാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഖജനാവ് തുറന്നു കൊടുക്കുകയും മകളുടെ അഴിമതികൾ മൂടിവെക്കാൻ ഭരണകൂടത്തെ തന്നെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ശമ്പളമില്ലാതെ KSRTC ജീവനക്കാരും പെൻഷൻ ലഭിക്കാതെ വയോധികരും തെരുവിൽ അലയുമ്പോൾ ആഡംബര വാഹനങ്ങളിലും വിദേശ യാത്രകളിലും മുഴുകുന്ന ഈ മുഖ്യമന്ത്രിയെ കരുത്തൻ എന്ന് വിളിക്കുന്നത് തന്നെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പിണറായി വിജയൻ എന്ന പേര് ഇന്ന് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പര്യായമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ധാർഷ്ട്യം നിറഞ്ഞതാണ്. ഓരോ നീക്കവും ജനങ്ങളെ പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഇത്തരമൊരു മുഖ്യമന്ത്രിയെ സഹിക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ ശാപമാണ്. മറുഭാഗത്ത് വെറും രാഷ്ട്രീയ അഭ്യാസിയായി മാറിയ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ ജനങ്ങളെ ബുൾഡോസർ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. സ്വന്തം സംസ്ഥാനത്തെ വികസന മാതൃകകൾ പരാജയപ്പെടുമ്പോൾ കേരളത്തിൽ വന്ന് നീ പോ മോനെ എന്ന് വിളിക്കുന്നത് പക്വതയില്ലായ്മയുടെ അങ്ങേറ്റമാണ്. ഒരു വശത്ത് അഴിമതിയിൽ മുങ്ങിയ അനുഭവ സമ്പത്തും മറുവശത്ത് സംസ്കാരശൂന്യമായ ആവേശവും. ഇവർ രണ്ടുപേരും വിമാന ടിക്കറ്റിനെ കുറിച്ചും മറുപടികളെ കുറിച്ചും സംസാരിക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരന്റെ അടുക്കളയിലെ പുകയുന്ന അടുപ്പിനെ കുറിച്ച് ഇവർക്ക് ചിന്തയേയില്ല. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കോടികൾ പൊടിച്ച് PR വർക്കുകൾ നടത്തുന്ന ഇവർ രണ്ടുപേരും ജനാധിപത്യത്തിന്റെ അന്തകരാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് തെരുവ് ഭാഷയിൽ സംസാരിക്കുന്ന പിണറായിയും രേവന്തും വരും തലമുറയ്ക്ക് നൽകുന്നത് വിഷലിപ്തമായ രാഷ്ട്രീയമാണ്. അഴിമതിയും ഗുണ്ടായിസവും ഭരണത്തിന്റെ ഭാഗമാക്കി മാറ്റി ഇവർക്ക് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് തന്നെ ഇന്ന് ഓരോ മലയാളിക്കും ലജ്ജയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഭരണാധികാരികൾ അഴിച്ചുവിടുന്ന വാക്പോരുകൾ വെറും പുകമറ മാത്രമാണ്. തങ്ങളുടെ ഭരണപരാജയങ്ങളും അഴിമതികളും ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കാനുള്ള തരം താഴ്ന്ന തന്ത്രം. ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കണം. ഡയലോഗുകൾ കൊണ്ട് വിശപ്പടക്കാൻ കഴിയില്ലെന്നും അഴിമതിക്കാരായ ഭരണാധികാരികൾ നാടിന്റെ ശത്രുക്കളാണെന്നും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെയും രേവന്ത് റെഡ്ഡിയുടെയും രാഷ്ട്രീയ അഹങ്കാരത്തിന് ജനങ്ങൾ തന്നെ അന്ത്യം കുറിക്കണം. ഇത് വെറും ഒരു വാക്കല്ല, വഞ്ചിക്കപ്പെട്ടൊരു ജനതയുടെ രോക്ഷമാണ്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.